ഹേയ് ഡിയേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട് ഇതൊരു വളകാപ്പിൻ്റെ വീഡിയോ ആണ്. പക്ഷേ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുമ്പോഴത്തേക്കും ബേബിയൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത് ഡിസംബർ 7, 2025 എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യണത് 2026 കാരണം അവരുടെ കൺസേൺ ഇല്ലാതെ എനിക്ക് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അതേ രാവിലെ തന്നെ ഞാനും മാളും കൂടെ പോയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ആദ്യം അവിടെ പൊങ്കാല ഇടുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ പൊങ്കാലയൊക്കെ ഇട്ട് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഡെലിവറിക്ക് ശേഷം വീഡിയോ ഇട്ടാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഇത്രയും ലേറ്റ് ആയത്. അപ്പോൾ ദേ ആ പൊങ്കാലയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാനും മാളും കൂടെയാണ് ആദ്യം രാവിലെ പോയത്. ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയൊക്കെ പിന്നീടാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് പേര് വരുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഇത് പൊങ്കാലയൊക്കെ ഇട്ടിട്ട് അതൊന്ന് എടുത്തുകൊണ്ട് വയ്ക്കാനാണ് അവിടെ. അപ്പോൾ ഇത് അളിയൻ്റെ വല്യമ്മയാണ്, അളിയൻ്റെ വല്യമ്മ, പിന്നെ അവിടെ കുറച്ച് റിലേറ്റീവ്സൊക്കെ ഉണ്ടായിരുന്നു. പൊങ്കാല ഇടുന്ന ടൈമിൽ ഈ ഒരു സെറ്റ് സാരിയാണ് ഉടുക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ഇതിന് 2 സാരി ഉടുക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ ആദ്യം ഈ ഒരു സാരിയാണ് ഉടുക്കുന്നത്. പിന്നെ ദേ ഈ പൊങ്കാലയിട്ട കല്ലൊക്കെ എടുത്ത് മാറ്റുന്നുണ്ടായിരുന്നു. ആദ്യം പടുക്കയൊക്കെ വെച്ചിട്ടാണ് അതിൻ്റെ കൂട്ടത്തിൽ പൊങ്കാലയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ആ വിളക്ക് കൊണ്ടിട്ട് കയറി പോണതാണ്. ഈ ഒരു സംഭവമൊക്കെ എന്തിനാണ് ചെയ്യുന്നതിനെ പറ്റി കൂടുതലൊന്നും എനിക്കറിയത്തില്ല. ഞാൻ പണ്ട് തൊട്ടേ കണ്ടിട്ടതേ ഉള്ളൂ. അല്ലാണ്ട് എനിക്കിതിനെ പറ്റിയിട്ട് വലിയ അറിവൊന്നുമില്ല. ഇങ്ങനെയാണ് എന്നൊക്കെ അറിയാം. ഇങ്ങനെ രാവിലെ പൊങ്കാലയിടും എന്നൊക്കെ അറിയാമായിരുന്നു. ദേ അകത്തോട്ട് കയറിയപ്പോൾ ദേ വളകാപ്പ് എന്നൊക്കെ എല്ലാം ഇട്ട് സെറ്റായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയുള്ളൂ. ഭയങ്കര ചെറിയൊരു ഫംഗ്ഷനാണ്. അപ്പോൾ ചെറിയ രീതിയിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ഇതിൻ്റെ അടിയിൽ പരമ്പൊക്കെ വെച്ചിട്ട് വാഴയില ഇങ്ങനെയൊക്കെ വെച്ചിട്ട് കാണുമ്പോഴെല്ലാം നല്ല പാടായിരുന്നു ഈ ഒരു കാര്യം ചെയ്യാനെന്നാണ് അളിയൻ പറഞ്ഞത്. നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ചെറിയ കുഞ്ഞിൻ്റെ കാലൊക്കെ വരച്ചിട്ടുള്ള നല്ല ഭംഗിയുണ്ടായിരുന്നേ. അപ്പം നമ്മളിത് അവിടെ കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പം ആദ്യം ഇങ്ങനെ തറയിലിരിക്കണോ അതോ അവിടെ സോഫ ഇടണോ അങ്ങനത്തെ കുറേ കൺഫ്യൂഷനൊക്കെ വന്നതിന് ശേഷം ആ സോഫ തന്നെ അവിടെ പിടിച്ചിടാന്ന് വെച്ചു. തറയിരിക്കാൻ പാടല്ലേ. പക്ഷെ പണ്ടൊക്കെ എല്ലാവരും തറയിലാണ് ഇരിക്കാറ്. ഇവിടെയൊക്കെ അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങളതിനെക്കുറിച്ച് മാറ്റം വരുത്തി സോഫയിലൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിൽക്കുന്നത് അളിയൻ്റെ കസിൻ്റെ മക്കളൊക്കെയാണ്. അങ്ങനെ കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ ദേ നമ്മളെല്ലാം ഇങ്ങനെ അറേഞ്ചൊക്കെ ചെയ്യാനുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ചക്രേച്ചി സാരി മാറ്റാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. വേറൊരു സാരിയിലാണ് ഇനി ഉള്ള ചടങ്ങുകൾ ചെയ്യേണ്ടത്. അപ്പോൾ ആ സാരിയൊക്കെ ഉടുത്തിട്ടൊന്ന് നോക്കണുണ്ടായിരുന്നു ഇവിടെ എന്തൊക്കെയായി എന്ന്. പൊങ്കാല ഇട്ട സമയത്തുള്ള വിളക്ക് തന്നെയാണ് അണയ്ക്കാണ്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നത്. അല്ലാതെ അഡീഷണൽ സ്വീറ്റ്സ് ഒന്നും വാങ്ങിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവരുമ്പോൾ കുറച്ച് പലഹാരങ്ങൾ കൊണ്ടുവരുമല്ലോ. അപ്പോൾ അത് തന്നെ കഴിക്കാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് പറ്റത്തില്ല. പിന്നെ അതേ കുപ്പിവളകൾ ഞങ്ങളെ കയ്യിലുണ്ടായിരുന്നതിനല്ലാതെ പുതിയതൊന്നും വാങ്ങിയിട്ടില്ല. ഞങ്ങൾ 3 പേരുടെ കുപ്പിവളയും കൂടെയാണ് ഈ മിക്സ് ചെയ്തിട്ടേക്കുന്നത്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ അടുക്കി വയ്ക്കുന്നുണ്ട്. ഇനി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് ഇങ്ങനെ അറേഞ്ച് ചെയ്യുക, ആ ഒരു സംഭവമൊക്കെ എനിക്ക് ഭയങ്കര വലിയ അധ്വാനിക്കുന്ന പണിയേക്കാളും എനിക്കിങ്ങനെ ഇങ്ങനെ ഞാനിങ്ങനെ അടുക്കി വെച്ച വളകൾ തന്നെ പിന്നെയും പിന്നെയും ഞാൻ എടുക്കുന്നുണ്ട്. കാരണം എനിക്കങ്ങനെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അധികം ഒരുപാടൊന്നുമില്ല, കുറച്ച് കുപ്പികളേ ഉള്ളൂ. അതിൽ തന്നെ കുറച്ച് ഡിസൈൻ കുപ്പികളേ ഉള്ളൂ. നമ്മൾ ഈ കുപ്പികളെ വാങ്ങിച്ചു തുടങ്ങിയിട്ട് കുറച്ച് നാളെ ആയുള്ളൂ. അപ്പോൾ അത്രയ്ക്കുള്ള കുപ്പികളേ ഉള്ളായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു ആവശ്യമേ ഇവിടെ ഉള്ളൂ. കാരണം ചെറിയൊരു ഫംഗ്ഷൻ, അപ്പോൾ കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ ഇത്രേൻ്റെ ആവശ്യം ഉള്ളതുകൊണ്ട് തന്നെ അതെല്ലാം നല്ലതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ദേ ഇത് അളിയൻ്റെ കസിൻ്റെ മോനാണേ. അപ്പോൾ ദേ അവൻ എന്നെ നല്ലതുപോലെ സഹായിക്കുന്നുണ്ടായിരുന്നു കുപ്പിവളയിലൊക്കെ എടുത്തു തരാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് ഓരോന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണേ. എന്നിട്ട് നമ്മൾ മുഖത്തിടാനുള്ള ആ സാധനം സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ പണ്ടൊക്കെ വിചാരിച്ചത് അത് വെറും മഞ്ഞപ്പൊടി മാത്രമാണെന്ന്. അപ്പോൾ ഞാൻ കുറേ വീഡിയോസൊക്കെ നോക്കിയ സമയത്താണ് കണ്ടത് മഞ്ഞപ്പൊടി, അതുപോലെ തന്നെ മുൾട്ടാനി മിൽട്ടി, റോസ് വാട്ടർ, പിന്നെ ചന്ദനം പൗഡറൊക്കെ ആഡ് ചെയ്യണമുണ്ട്. അപ്പം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് മഞ്ഞളും മുൾട്ടാനി മിൽട്ടി അതുപോലെ തന്നെ റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്തതാണ്. ശരിക്കും ഇത്രയും ക്വാണ്ടിറ്റിയുടെ ആവശ്യമില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഞാൻ ഈ മുൾട്ടാനി മിൽട്ടി ഇടുമ്പോൾ റോസ് വാട്ടർ അത്രയും ഒഴിച്ചു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് പിന്നെയും നല്ലതുപോലെ കട്ടയായിട്ട് പിടിക്കും, പിന്നെയും ലൂസാക്കും. അതുകൊണ്ട് കുറച്ച് പൊടി ഇടുന്നതായിരുന്നു എപ്പോഴും പറ്റും. അപ്പോൾ അതേ മാളും ഇവിടെ ഉണ്ട്. അങ്ങനെ ഇതെല്ലാം ഓൾറെഡി പിന്നെ സെറ്റ് ചെയ്ത് വെച്ച് പിന്നെ അതേ അവരും റെഡി ആയിട്ടുണ്ടായിരുന്നു 2 പേരും. അപ്പോൾ അവർക്ക് 2-3 ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ധാരണയില്ലാത്ത ഞാനും മാളുമാണ് കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതേ ചേട്ടൻ്റെ കസിൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ നല്ലതുപോലെ ഫോട്ടോ എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് വീട്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇവരുടെ വീടിൻ്റെ താഴെ കുറച്ച് ചിറയുണ്ടേ. അപ്പോൾ അവിടെ പോയി എടുക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടെ നടന്നു പോവുകയാണ്. കുറച്ച് പോകണം, താഴെയായിട്ടാണ്, പക്ഷെ നല്ല രസമാണ്. ഞാനൊരു 2-3 വട്ടം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ആ ഒരു സ്ഥലം. ഇനി നമ്മൾ അവിടോട്ട് ഭാഗത്ത് കുറച്ച് ഇപ്പോൾ ഈ ഇടയ്ക്കായിട്ടാണ് ഇതൊന്ന് ഈ ഒരു ലെവലിലോട്ട് ആയിട്ടുണ്ടായിരുന്നത്. ചെറിയ രീതിയിലൊക്കെ ഒന്ന് ചെയ്തിട്ട് അത് ഗവൺമെൻറ് തന്നെ ചെയ്തതാണ്.
അപ്പോൾ അതിലേക്കൂടെയൊക്കെ നടന്നു പോയിട്ട് കോമഡി ആയിരുന്നു. കാരണം ഞാൻ വീഡിയോ എടുക്കണ കണ്ടുകൊണ്ട് അളിയന് ആക്ട് ചെയ്യാനേ പറ്റുന്നില്ലെന്നായിരുന്നു പരാതി. ചിരിച്ചിരി ചത്ത്. കാരണം ഓരോ പോസൊക്കെ എടുത്ത് നോക്കും, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ശരിയാക്കൂല. അങ്ങനെ കുറേ നേരം അത് തന്നെയായിരുന്നു. ശരിക്കും പിൻട്രസ്റ്റിലൊക്കെ നോക്കി ഓരോ പോസ്റ്റൊക്കെ തപ്പിപ്പിടിച്ച് ഒരു മോഡലൊക്കെ കൊണ്ട് കാണിക്കുമ്പോഴത്തേക്ക് രണ്ടുപേരും അതൊക്കെ ചെയ്ത് കൊളമാക്കുകയാണ് ചെയ്യണം. സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് ചിരിച്ച് ചാവും. അത്രയ്ക്ക് കോമഡിയായിരുന്നു ഈ രണ്ടുപേരും അവിടെ കിടന്ന് കാണിക്കുന്നത്. പക്ഷേ ആ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല സെറ്റായിരുന്നു. അവിടെ ഇങ്ങനെ ഇരിക്കാനായിട്ടുള്ള സ്ഥലം, അതുപോലെ തന്നെ ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനും മാളും ഓട്ടിരുന്ന് ഊഞ്ഞാലാടുന്നുണ്ട്. അപ്പം നമ്മൾ കുറച്ച് നേരം അതൊക്കെ നോക്കിയിട്ട് അവിടെയൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വരാനുള്ള ഏകദേശം സമയമായപ്പോഴത്തേക്ക് നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവർ പകുതി പേര് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ കുറച്ച് പേര് വരാത്തതുകൊണ്ട് തന്നെ ഇത് അപ്പച്ചി, അച്ഛനും മാമിയും ഒക്കെയാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇനി കുറച്ച് പേരും കൂടെ വരാനുള്ളതുകൊണ്ട് അവരെല്ലാവരും വന്നിട്ട് കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ളവരും അതുപോലെ തന്നെ കുറച്ച് റിലേറ്റീവ്സും അങ്ങനെ എല്ലാവരും കൂടെ ഒരു 10-25 പേരെന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വരികയാണ്. അപ്പോഴാണ് പറഞ്ഞാൽ ഫസ്റ്റ് അമ്മയാണ് കയറേണ്ടതെന്ന് പറഞ്ഞിട്ടപ്പോൾ എല്ലാവരും അമ്മ കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ മുന്നേ അടുത്ത റിലേറ്റീവിൻ്റെതൊക്കെ ഈ ഒരു ഫംഗ്ഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഇതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് അറിയണം ഇപ്പോഴാണ്. ഇങ്ങനെയൊക്കെ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടെങ്കിൽ അമ്മയാണ് ആദ്യം ആ ഒരു പലഹാരങ്ങളായിട്ട് കയറേണ്ടത്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ കൂടുതലായിട്ട് നമ്മുടെ ഒരു ഫാമിലിയിൽ അങ്ങനെ വരുമ്പോഴത്തേക്കാണ് മനസ്സിലാവണം. അങ്ങനെ അമ്മയാണ് ആദ്യം കയറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എല്ലാവരും പുറകെ അപ്പൂപ്പനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കയറുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നമ്മളോട് ചോദിക്കണം, നേരത്തെ ഇവിടെ വന്ന് നിൽക്കുകയാണല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ അടുത്ത് തിരക്കണുണ്ടായിരുന്നു. ഇത് ശരിക്കും ഒരു ഗേൾസിൻ്റെ പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ഏറെക്കുറേയും ഗേൾസ് ആയിരുന്നു. പിന്നെ അച്ഛൻ, കൊച്ചിച്ചൻ, ചേട്ടൻ, അങ്ങനെ കുറച്ച് പേര് മാത്രമേ അല്ലാണ്ട് ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും ഈ ഒരു പ്രോഗ്രാം അങ്ങനെ ഗേൾസാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കൂടുതലായിട്ട് അങ്ങനെയൊന്നുമില്ല. പക്ഷെ നമ്മളിതിൽ കുറച്ച് അല്ലാണ്ട് ഈ പലഹാരങ്ങൾ വായി വെച്ച് കൊടുക്കാനൊന്നും അച്ഛനൊന്നും കൊടുക്കാറില്ലെന്നാണ് മുന്നേ പറയാറ്. പക്ഷെ നമ്മളിന്ന് ഇവിടെ നമ്മൾ കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ജാനി ഉറക്കമായിരുന്നു. വന്ന സമയത്ത് നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വെള്ളമൊക്കെ കുടിക്കാൻ കൊടുത്തു. ഇവർ രണ്ടുപേരും എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ളതാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാവരും കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ ചക്കരേജൊക്കെ എല്ലായിടത്തും കണ്ട് സംസാരിക്കുന്നുണ്ട്, ഓരോരുത്തരുടെയൊക്കെ തിരക്കുന്നതാണ്. അപ്പം ഞങ്ങൾ അടുത്തുള്ളവരും പിന്നെ അടുത്ത വേണ്ടപ്പെട്ട കുറച്ച് റിലേറ്റീവ്സാണ്. ശരിക്കും ഈ ഒരു വീഡിയോയിൽ ഫസ്റ്റ് വായി വെച്ച് കൊടുക്കുന്ന അമ്മയാണ്. ആ ഒരു വീഡിയോ എവിടെ പോയെന്ന് എനിക്ക് ഒരു പിടിയുമില്ല, അത് കാണാനില്ല. ഞാൻ തപ്പിപ്പറക്കി എത്രയും നോക്കിയിട്ട് അത് കാണാനില്ല. അപ്പോൾ പിന്നെ ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ ഒരു 7 പലഹാരങ്ങളാണ്. അപ്പോൾ 7ൽ നിന്നും കുറച്ച് വീതം 2 പേർക്കും കൊടുക്കും. എന്നിട്ട് ആ മഞ്ഞളിങ്ങനെ ജസ്റ്റ് ഇടും, പിന്നെ ആ വളയിടും. അത്രയേ ഉള്ളൂ, ചെറിയൊരു ചടങ്ങാണ്. അപ്പോൾ ഞാൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. അതിന് മുന്നേ എല്ലാവരും മഞ്ഞളൊക്കെ അമ്മയൊക്കെ തേച്ചിട്ടുള്ളതുണ്ട്. അവിടെ വന്ന് എല്ലാവരും തന്നെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. 7 ഐറ്റത്തിൽ നിന്നും കുറച്ച് വീതം. ശരിക്കും അവർ കഴിച്ച് മടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വീറ്റ്സൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ പിന്നെയും അത് വേസ്റ്റ് ആവും. കാരണം ഇത്രയും പലഹാരങ്ങൾ തന്നെ കഴിച്ച് അവർക്ക് മടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മഞ്ഞളൊക്കെ ഇട്ട് കൊടുക്കണുണ്ട്. അതുപോലെ തന്നെ കുപ്പിവെള്ളം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെ നിങ്ങൾക്ക് റിപ്പീറ്റായിട്ട് കണ്ടാൽ കുറച്ച് ബോറായാലോ. അപ്പോൾ ഞാൻ കുറച്ച് സ്പീഡിലിടാം. അമ്മ, കുഞ്ഞമ്മ, അപ്പച്ചിമാർ, അച്ഛൻ, അപ്പോൾ എല്ലാവരും കൊടുക്കുന്നുണ്ട്.
കുറേ പേരുണ്ട്. അപ്പോൾ എല്ലാവരെയും കൂടെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് എന്നെക്കൊണ്ട് പറ്റുന്ന എല്ലാവരെയും ആക്കിയിട്ടുണ്ട്. പിന്നീട് ഈ ഒരു വീഡിയോ ഒക്കെ എടുത്ത് വെച്ച് കാണുമ്പോഴേക്കും നല്ല മെമ്മറി ആയിരിക്കുമല്ലേ. അപ്പോൾ അതേ ജാനി എനിക്കിപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ ജാനി ഭയങ്കര ചെറുതായിട്ട് തോന്നുന്നു. കാരണം ഇപ്പോൾ ജാനി കുറച്ചുകൂടെ വലുതായിട്ടുണ്ട്. അപ്പോൾ ജാനിയുടെ ഗ്രോത്ത് തന്നെ ഇതിൽ കാണാൻ പറ്റും. അങ്ങനെ പിന്നെ സദ്യ കഴിക്കാതിരുന്നിട്ടുണ്ടായിരുന്നേ. അപ്പം ഞങ്ങൾ ഫസ്റ്റ് പന്തിക്ക് തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു. രാവിലെ നേരത്തെ കഴിച്ചുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നല്ല കറികളൊക്കെ ആയിരുന്നു, എല്ലാം അടിപൊളി. അതിലൊരു വെറൈറ്റി സാധനം ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ ഒരു സോയാ ചങ്ക്സിൻ്റെ ഫ്രൈ ഉണ്ടല്ലോ, അത് ഭയങ്കര ടേസ്റ്റായിരുന്നേ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കുറച്ച് സൗണ്ട്സ് ഉണ്ടാകും, കാരണം ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് അമ്പലത്തിൽ ഉത്സവം തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലാണ് ബോക്സ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ചെറിയ സൗണ്ടുണ്ട്, അപ്പോൾ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. അങ്ങനെ പായസമൊക്കെ കൂട്ടി സദ്യ കഴിച്ചിട്ട് കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്യണമായിരുന്നേ. കാരണം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ടൈം കുറച്ച് ലേറ്റ് ആയിട്ടാണ്, അതായത് 1-1:30 കണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചപ്പോൾ തന്നെ 11:30 ആയിട്ട്. അപ്പോൾ കുറച്ച് ടൈമുണ്ട്. നമ്മളെല്ലാവരും കാര്യമൊക്കെ പറഞ്ഞ് ജാനിയുടെ അടുത്ത് തന്നെ മെയിനായിട്ട് എല്ലാവരും കളിച്ച ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ പുറത്ത് പോയപ്പോഴത്തേക്ക് അപ്പോൾ കഴിക്കാത്തവരിന്ന് ബാക്കിയുള്ളവർ കഴിക്കുന്നുണ്ട്. അപ്പൂപ്പനൊക്കെ അവിടെ കഴിച്ചിട്ട് ഇരിക്കുന്നതാണ്. അപ്പം അടുത്ത പന്തിക്ക് കുറച്ച് ഇതായതുകൊണ്ടാണ് രണ്ട് ഇതായിട്ട് ഇരിക്കാമെന്നുള്ളതേ ഉള്ളായിരുന്നു. അപ്പോൾ അടുത്ത അവർ കുറച്ച് പേര് ഇരിക്കലുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടേക്ക് ചുമ്മാ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ മുന്നത്തെ വീഡിയോയിൽ എന്തായാലും നിങ്ങൾ ഇവരെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതാണ് സാനിയും ചോട്ടും. അങ്ങനെ അവരുടെ ഇറങ്ങാനായിട്ടുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ അനുഗ്രഹമൊക്കെ വാങ്ങിക്കുക, അങ്ങനെ എല്ലാവരുടെയും അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ആ ഒരു ഇതിൽ കൊടുക്കണം എന്തെന്ന് വെച്ചാൽ അത് എണ്ണയാണ്, നമ്മൾ വെളിച്ചെണ്ണയാണ്, അതായത് നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണ ഈ ഒരു ഭരണിക്കകത്തിട്ട് കൊടുക്കും. അതിൻ്റെ സംഭവം എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അങ്ങനെ കൊടുക്കും. പക്ഷെ അത് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞ് നോക്കാൻ പാടില്ലെന്നാണ് അവിടെ എല്ലാവരും ഇതൊന്നതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അളിയൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് ഒരു എണ്ണ അത് കുഞ്ഞാവെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് എടുക്കണമെന്നോ അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നത്. എനിക്കിതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയത്തില്ല. അപ്പോൾ വാങ്ങിയിട്ട് തിരിഞ്ഞു നോക്കാതെ പോകണമെന്നും പറഞ്ഞപ്പോൾ ഇപ്പം എന്തൊക്കെയോ പറഞ്ഞ് കളിയാക്കണേനാണ് രണ്ടുപേരും കൂടെ. അപ്പോൾ അങ്ങനെ അത് വാങ്ങണുണ്ട്. അത് വാങ്ങിയിട്ട് തിരിയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവിടെ ചുറ്റും ആൾക്കാർ തിരിയരുതെന്നൊക്കെ പറഞ്ഞാണ് ഇരുന്നത്. അപ്പോൾ സാരി തട്ടണമെന്ന് പിടിക്കാൻ പറഞ്ഞതാണ്. ഇത്രയും വീഡിയോയുടെ ഫ്രണ്ടിലാകുമ്പോൾ കുറച്ച് ഒറിജിനാലിറ്റി കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഇത്രയും കഷ്ടപ്പെടണം. അങ്ങനെ കിടന്ന് ചിരിക്കണയാണ്. അങ്ങനെ അതൊക്കെ കൊണ്ട് വെളിയിലോട്ട് ഇറങ്ങി. ഇനിയപ്പോൾ വീട്ടിലോട്ടാണ് പോകണം. അപ്പോൾ അളിയന് വരാൻ പാടില്ല. അപ്പോൾ ഇവിടെ നിന്ന് 5 പേര് ചേർന്നിട്ട് ഞങ്ങളെ കൂട്ടത്തിൽ കൂടെ വന്നിട്ട് ആ ചക്കരേച്ചി അവിടെ ആക്കിയിട്ടാണ് പോണത്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സംഭവം. അപ്പോൾ എൻ്റെ അടുത്ത് പറയുന്നത് നീ വീഡിയോ എടുത്ത് മതി, ഒന്ന് സാരി മേടിക്കാനാണ്. അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടെ ചിരിച്ചുകൊണ്ട് ഈ ചിരിക്കുന്ന എന്നെ കണ്ടപ്പോൾ എനിക്ക് തന്നെ പേടിയാവണം. അപ്പോൾ ചക്കരേച്ചിയുടെ തൊട്ട് പിറകിലായിട്ടാണ് ഞങ്ങൾ പോയത്. അവർ വന്ന ബസ് ഇതാണ്. അപ്പോൾ അവരാദ്യം എത്തി, പിന്നെ ഞങ്ങളും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വരണതേ ഉള്ളൂ. അപ്പോൾ അവർ വരാൻ വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ ഒരു ടെമ്പോയിലുണ്ടായിരുന്ന ആളുകളെ ഉള്ളായിരുന്നു, അപ്പോൾ കുറച്ച് പേര് മാത്രം. അപ്പോൾ എല്ലാവരും ആ ടെമ്പോയിൽ നിന്ന് ഇറങ്ങിയതാണ് ഇവരെല്ലാവരും. ഞങ്ങളതിൻ്റെ തൊട്ടടുത്തുള്ളവരും പിന്നെ അടുത്ത റിലേറ്റീവ്സൊക്കെയാണ്. അപ്പോൾ അവർ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ അവരും വന്ന് എല്ലാവരും അടുത്തടുത്തായിട്ട് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഒരു 5-6 പേര് കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അളിയൻ്റെ റിലേറ്റീവ്സ്, കസിൻസും പിന്നെ അളിയൻ്റെ അമ്മ, അങ്ങനെ കുറച്ച് പേരെല്ലാവരും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ എണ്ണ അതുപോലെ തന്നെ പിടിച്ചുകൊണ്ട് വരികയാണ്. അതും കൊണ്ട് വീട്ടിലോട്ട് കയറും. അത്രയേ ഉള്ളൂ, വേറെ ഒരു ചടങ്ങുമില്ല. ഇത്ര സിമ്പിളാണ്. അപ്പോൾ അങ്ങനെ സിമ്പിൾ. എനിക്കിതിനകത്ത് എന്താണ് പറയേണ്ടതെന്ന് അറിയത്തില്ല, കാരണം ഇങ്ങനെയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഇത് കാണുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് ലാഗ് വന്നതിനാൽ സോറി.